സ്പിരിച്വൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന വിഷു നാളെയാണ്. അന്നേ ദിവസം നമ്മളെല്ലാവരും വിഷുക്കണി ഒരുക്കാറുണ്ട്. വിഷുക്കണി ഒരുക്കുന്ന എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അതിനുവേണ്ടി എല്ലാവരും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിഷുക്കണി ഒരുക്കുന്ന എല്ലാവരും ഇനി പറയുന്ന വസ്തുക്കൾ വിഷുക്കണിയിൽ നിന്നും വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീർന്ന് ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിങ്ങളുടെ വീടുകളിൽ കളിയാടും. വരുന്ന വർഷം എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി രക്ഷപ്പെടുന്നതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉറപ്പായും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾ കണി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉറങ്ങുന്നതിന് മുൻപ് തന്നെ കണി ഒരുക്കി വെച്ചിട്ടുണ്ടാവണം. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. രാവിലെ കണി ഒരുക്കാൻ പാടുള്ളതല്ല. അതാണ് അതിൻ്റെ ശരിയായ ചിട്ട. കണി ഒരുക്കുന്നതിന് മുൻപ് മഞ്ഞൾ വെള്ളമോ പനിനീരോ ഉപയോഗിച്ച് കണി വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം പൂർണ്ണമായും വൃത്തിയാക്കുക. അടുക്കളയിലുള്ള പണികളൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് വന്നു വേണം സ്ത്രീകൾ കണിയൊരുക്കാൻ. ഏറ്റവും ശരിയായ രീതിയാണിത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കണിയൊരുക്കാവുന്നതാണ്. 12 മണിക്ക് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഒരു 11:55 നമ്മൾ എന്തായാലും കണി ഒരുക്കിയിരിക്കണം. അതിനുശേഷം കണി ഒരുക്കാൻ പാടുള്ളതല്ല. 5 തിരിയിട്ട വിളക്കാണ് വിഷുവിന് കണിയിൽ വെക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ വിളക്കുകൾ വയ്ക്കാം, പക്ഷേ ഒറ്റ സംഖ്യയുള്ള വിളക്കുകളുടെ നമ്പർ ആയിരിക്കണം. അതായത് 1 വിളക്ക്, 3 വിളക്ക്, അല്ലെങ്കിൽ 5 വിളക്ക്, അല്ലെങ്കിൽ 7 വിളക്ക്, അങ്ങനെ ആയിരിക്കണം വിളക്കുകളുടെ എണ്ണം. വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാന്റെ മുഖത്ത് നിഴലടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കിണ്ടിയിൽ ഉറപ്പായും വെള്ളം ഭഗവാന്റെ വലതുഭാഗത്തായി വെച്ചിരിക്കണം. വിളക്കിൽ കരിന്തിരി കത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ശ്രീകൃഷ്ണ ചിത്രം അഥവാ വിഗ്രഹമാണ്. മഞ്ഞപ്പൂവ്, അതായത് കണിക്കൊന്ന കൊണ്ട് ചിത്രം അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന വിഗ്രഹം അലങ്കരിച്ചിരിക്കണം. അതിൻ്റെ മുൻപിൽ ഒരു ഓട്ടുരുളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൽ വേണം നമ്മൾ കണിയൊരുക്കാൻ. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കണിയൊരുക്കാൻ പാടില്ല. ഒന്നിലധികം പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഒരു പാത്രത്തിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പാത്രങ്ങൾ വയ്ക്കുന്നതിൽ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല. ധാന്യം സമൃദ്ധിയുടെ ഒരു സൂചകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ധാരാളം ധാന്യം കണിയൊരുക്കുന്ന പാത്രത്തിൽ വെക്കണം. അതിനു മുകളിലായി ഒരു കണിവെള്ളരി വെക്കണം. അതിനൊപ്പം ചക്ക, മാങ്ങ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, കൈതച്ചക്ക ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ പഴങ്ങളും നമുക്ക് വയ്ക്കാവുന്നതാണ്. നാളികേരം 2 മുറിയായിട്ട് വേണം വയ്ക്കാൻ. നാളികേരം നിർബന്ധമായും ഉടച്ചു വയ്ക്കണം. ഒരു മുണ്ട് വയ്ക്കണം. അതിനു മുകളിൽ ഒരു വാൽ കണ്ണാടി വയ്ക്കണം. വാൽ കണ്ണാടി ഇല്ലെങ്കിൽ ഒരു സാധാരണ കണ്ണാടി വെച്ചാലും മതിയാകും. അതിനൊപ്പം ഒരു ചെപ്പിൽ കുറച്ച് നാണയം വയ്ക്കുക. എന്തെങ്കിലും സ്വർണമുണ്ടെങ്കിൽ അതും കൂടി വയ്ക്കുക. ഒരു കുങ്കുമച്ചെപ്പ് പൊട്ടാത്തത് വയ്ക്കുക. കുങ്കുമച്ചെപ്പ് പൊട്ടാത്തതില്ലെങ്കിൽ അത് വയ്ക്കരുത്. കുങ്കുമച്ചെപ്പിനൊപ്പം ഒരു കൺമഷിയും വയ്ക്കുക. അത് സ്ത്രീകൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഭഗവാനൊപ്പം ഒരു ദേവീചിത്രം നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ദേവീചിത്രത്തിനൊപ്പം വെറ്റിലയിൽ കുറച്ച് കുങ്കുമവും തട്ടിവെച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് സ്ത്രീകൾക്ക് വളരെ അനുഗ്രഹം കിട്ടുന്ന ഒന്നാണ്. കൂടാതെ ഒരു വെറ്റിലയും അടയ്ക്കയും നാണയവും വെക്കുക. ഇത് വയ്ക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം വെറ്റിലയിൽ കുറച്ച് കുങ്കുമം തട്ടി വയ്ക്കുന്നത് സ്ത്രീകൾക്ക് വളരെ അനുഗ്രഹവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഒരു ഗ്രന്ഥം ഉറപ്പായും വെച്ചിരിക്കണം. ഗ്രന്ഥമെന്ന് ഉദ്ദേശിക്കുന്നത്
ഭാഗവതം, രാമായണം അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം വയ്ക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാവിജയങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നെല്ലുണ്ടെങ്കിൽ അതൊരു ചെറിയ പറയിൽ വയ്ക്കുക. പറയില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു ഗ്ലാസ്സിൽ വെച്ചാലും മതിയാകും. ഒരു വാഴയില ചീന്തിൽ കുറച്ച് കളഭം ചാലിച്ച് വയ്ക്കുക. കണി കണ്ടുണരുമ്പോൾ കണ്ടു കഴിയുന്ന ഓരോ വ്യക്തിയും അത് നെറ്റിയിൽ ചാർത്തുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സസൂക്ഷ്മം സശ്രദ്ധയോടെ ചെയ്യുക. നാരായണ നാരായണ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് മാത്രം വന്നേ നമ്മൾ കണി കാണാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷമായിരിക്കും. മഹാവിഷ്ണു നിങ്ങളുടെ വീടുകളിൽ കളിയാടിക്കൊണ്ടേയിരിക്കും. ഐശ്വര്യം നിങ്ങളുടെ ഭവനത്തിൽ നിന്നും വിട്ടുമാറുകയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.